ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എൻ്റെ പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഞാനും എൻ്റെ അനിയത്തിയും കൂടി എൻ്റെ മറ്റേ ഇളയ അനിയത്തിൻ്റെ വീട്ടിൽ നോമ്പ് തുറക്ക് പോയി. ഓട്ടോയിലാണ് പോയത്, മൂടാടിയിൽ നിന്ന് മേപ്പേരേക്ക്. അപ്പോൾ കുറച്ച് നെല്ലിയാടിപ്പുഴ ഷൂട്ട് ചെയ്തു. നല്ല രസമുണ്ട്, കാടും അതിൻ്റെ ഉള്ളോട്ട് നെല്ലിയാടിപ്പുഴ, നല്ല വ്യൂസല്ലേ. അങ്ങനെ അതൊക്കെ ഷൂട്ട് ചെയ്തു. മേപ്പേരെത്താൻ കുറച്ച് സമയമുണ്ട്. ഇവിടുന്ന് മൂടാടിയിൽ നിന്ന് ഓട്ടോയിൽ പോയപ്പോൾ ഒരു 3/4 മണിക്കൂർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നോമ്പ് തുറക്ക് 5 മണിക്കാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഒരു 5:45 ആകുമ്പോഴത്തേക്ക് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തി ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യുന്നു. കർമൂസ, നല്ല പഴുത്ത കർമൂസ കട്ട് ചെയ്തു. പിന്നെ കൈതച്ചക്ക കട്ട് ചെയ്യാനുണ്ട്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്യാണ്. ആദ്യം പപ്പായ അഥവാ കർമൂസ കട്ട് ചെയ്തു. ഇനിയിപ്പോൾ രണ്ടാമത് കൈതച്ചക്കയാണ് എടുക്കുന്നത്. ചക്കക്കൊക്കെ ഭയങ്കര വില കേട്ടോ, 180 രൂപയുടെ ചക്കയാണ്. അപ്പോൾ 2 പീസാക്കി. പിന്നെ അതിൻ്റെ തൊലി ചെത്തുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ കാതൽ കുറവാട്ടോ. അപ്പോൾ കൈതച്ചക്ക കട്ട് ചെയ്തു. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്യാണ്. കർമൂസൊക്കെ നല്ല ചുവപ്പുണ്ട്, നല്ല ഫ്രഷ് കർമൂസ, ജ്യൂസ് അടിക്കാൻ പറ്റും. പക്ഷെ ജ്യൂസ് അടിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇങ്ങനെ വെറുങ്ങനെ തിന്നാണ്, പഞ്ചാര വയറ്റിലാവില്ലല്ലോ. അങ്ങനെ അതും കട്ട് ചെയ്തു. അങ്ങനെ അവിടെ പോയി അനുജത്തിൻ്റെ മക്കളായിട്ട്, പിന്നെ അവളുടെ അനിയൻ്റെ മക്കളെല്ലാം ഉണ്ട് അവിടെ. അവർ ഫോണിലിങ്ങനെ കളിക്കുന്നത്, വെയിറ്റ് ചെയ്യുന്നു ബാങ്കിന്. പിന്നെ വത്തക്ക കട്ട് ചെയ്യുമ്പോൾ പറഞ്ഞാൽ നമുക്ക് ജ്യൂസാക്കാം. വത്തക്ക പാൽ വെച്ചിട്ടുള്ളൊരു വത്തക്ക വെള്ളം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വത്തക്ക അങ്ങനെ വെള്ളം ഉണ്ടാക്കാൻ പോയി. അപ്പോഴത്തേക്ക് ഞാൻ കൈതച്ചക്ക കട്ട് ചെയ്തു. പിന്നെ അവിടെ നിന്ന് പാങ്ക് കൊടുക്കാൻ കുറച്ച് ടൈം കൂടിയാണ്. പിന്നെ മുന്തിരിങ്ങ, പപ്പായ, മുട്ട പൊരിച്ചത്, അതുപോലെ തന്നെ ബിരിയാണി എല്ലാം ഉണ്ടായിരുന്നു. കടലപ്പത്തിരി, നല്ല അടിപൊളി കടലപ്പത്തിരി, നല്ല ടേസ്റ്റ് കേട്ടോ കടലപ്പത്തിരിക്ക്. നമ്മുടെ പരിപ്പ് കുതിർത്തിയിട്ട് ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഇറച്ചി ചട്ടിപ്പത്തിരി, ചിക്കൻ ചട്ടിപ്പത്തിരിയാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ കൊണ്ടുപോകാൻ അടിപൊളിയായ സാധനമാണ്. ഒരു പീസാക്കി കഴിക്കണം. ഇതൊക്കെയാണ് നോമ്പുകാരുടെ വിഭവങ്ങൾ. ഞങ്ങളവിടെ പോയി കുറച്ച് ഇതൊക്കെ സെറ്റാക്കി വെക്കുന്ന നേരം റിസ്വാനുണ്ട് ഫോണിൽ കൂടി ഇങ്ങനെ നോക്കുന്നത്, ചിലർ വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ അബ്ദുമോന്, മുന്നു, അഞ്ചത്തിയുടെ മകള്, അവരൊക്കെ ഇങ്ങനെ ആക്ഷൻ കാണിച്ചു പോന്നു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. പിന്നെ വാങ്ങി കൊടുത്തു. പിന്നെ ഇതൊക്കെ തന്നെയാണ് നോമ്പ് തുറ വിശേഷങ്ങൾ. പിന്നെ നിസ്കരിച്ച് ഒക്കെ കഴിച്ചു. പിന്നെ പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ പതിവ് പോലെ തന്നെ അത്താഴം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ബിരിയാണി ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണി. പിന്നെ വത്തക്ക വെള്ളം, കക്കിരി, മുട്ട പൊരിച്ചത്, ചൂടുവെള്ളം, ജ്യൂസ്, കൈതച്ചക്ക, ബിരിയാണി. അങ്ങനെ പതിവ് പോലെ പിറ്റേന്ന് ഞാൻ ഡ്യൂട്ടിക്ക് കയറി. കൊയിലാണ്ടി ഷോപ്പിൽ, മെഡിക്കൽ ഷോപ്പിൽ. അവിടുന്ന് മേപ്പേരിന് കൊയിലാണ്ടി ബസ് ഇറങ്ങി 5 മൂടാടിക്കയച്ച് ഞാൻ ഡ്യൂട്ടിക്ക് കയറി.